ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. I want to give a thanks and praise to the Lord for this wonderful time. ഒരു മിനിറ്റ് കർത്താവിന്റെ പ്രാർത്ഥിക്കും. ഇന്ന് മലയാള സെഷന് അബ്രഹാത്തിന്റെ prayer life. Today I'm taking the Malayalam session. The subject is Abraham's prayer. Praise the Lord. Hallelujah. And there will be another few more sections. You know, all the characters in the Old Testament, especially I would like to preach by the grace of God. Jacob prayer and David prayer, King Solomon prayer, Daniel prayer. Praise the Lord. Hallelujah. And few characters I would like to take separately. Praise the Lord. After that, from the New Testament, I would like to share the word of God, the prayer life of all the disciples. Praise the Lord. Prayer life for Jesus Christ. അതാണ് പഴയ നിയമത്തിലെ ഓരോ ക്യാരക്ടറിനെ കുറിച്ചും കർത്താവിന്റെ പ്രവാചകന്മാരുടെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു, ഏലിയാവിനെ കുറിച്ചൊക്കെ പ്രാർത്ഥിക്കാനായിട്ടായിരിക്കും. പുതിയ നിയമത്തിലെ യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥനയും ശിഷ്യന്മാരുടെ പ്രാർത്ഥനയെല്ലാം വൺ ബൈ വൺ ഒരു സീരീസ് പോലെ ഇങ്ങനെ എടുക്കാനായിട്ടായിരിക്കും, സീരീസിലെ പോലെ. അറിയത്തുള്ളൂ. അപ്പൊ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇന്ന് നമുക്ക് ഒരു മിനിറ്റ് പ്രാർത്ഥിച്ച് കർത്താവിന്റെ വചനത്തേക്ക് വരാം. അറിയുമല്ലോ. Glory be to God. Praise the Lord. Hallelujah. We shall to pray right now. Heavenly Father, in the name of Jesus, we shall pray for this session today, especially the people, those who are watching online. Father God, I pray for them. Thank you, God. You are touching the people. You are touching the souls and give you the anointing and power to each one of them. Thank you for your opening the spiritual life of the people, those who are watching online. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇന്ന് ഓൺലൈൻ വാച്ച് ചെയ്യുന്ന ഓരോ വ്യക്തിയോട് കർത്താവെ പ്രാർത്ഥിക്കുന്നവരെ പ്രയർ ലൈഫ് അങ്ങ് ഓപ്പൺ ആക്കുന്നതിനോട് നന്ദി പറയുന്നു കർത്താവ്. യേശുവിന്റെ നാമത്തിൽ ഈ എങ്ങനെയായിരുന്നു കർത്താവെ പഴയ നിയമത്തിലേക്ക് പുതിയ നിയമത്തിലും കർത്താവിനോട് പ്രാർത്ഥിച്ച് ആ രീതിയിൽ തന്നെ കർത്താവെ പ്രാർത്ഥിക്കാനുള്ള ആ ഗിഫ്റ്റ് എല്ലാവർക്കും കൊടുക്കാനായിട്ട് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇൻ ജീസസ് നെയിം ഐ പ്രേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. അപ്പം today's subject is this is a power of prayer. That means Abraham's prayer. Praise the Lord. Hallelujah. അതാണ് നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ today's Malayalam session, this session, same session will be preaching on Thursday, this coming Thursday in English. Praise the Lord. So that I will be reading the name of the book and the Bible words, which is chapter and the verses. Praise the Lord. So that you can also look at the Bible. You can also follow the people, those who are not talking. People are not, that people cannot able to understand our mother tongue. Right? You can also refer the Bible. You can also go through that one. So God bless you. അപ്പൊ ഇന്ന് സംസാരിക്കുന്നത് അബ്രാഹത്തിന്റെ പ്രയർ. ഈ പറഞ്ഞതെന്ന് വെച്ചാൽ അബ്രാഹത്തിന്റെ പ്രയർ ലൈഫ്. നമുക്കറിയാം ബൈബിളിൽ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമുക്കറിയാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ നമ്മളെന്നെ വാച്ച് ചെയ്യുന്ന ഒരു സൗണ്ട് ഒന്ന് കറക്റ്റ് ആണെങ്കിൽ ഒന്ന് ഹൈ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിനകത്ത് ഉത്സാഹിപ്പിക്കുന്നു. സൗണ്ട് ഒന്ന് ഇറ്റ്സ് ഓക്കെ, ഐ ക്യാൻ ഹിയർ ദാറ്റ് വൺ. അപ്പൊ ഇന്ന് ബൈബിളിന്റെ അകത്ത് നമുക്കറിയാം ആരൊക്കെ എന്തൊക്കെ പ്രാപിച്ചിട്ടുണ്ടോ അവരെല്ലാം പ്രാർത്ഥനയിലൂടെയാണ് പ്രാപിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് പഴയ നിയമത്തിലായിക്കോട്ടെ പുതിയ നിയമത്തിലായിക്കോട്ടെ. When you read the Bible in the Old Testament and New Testament, praise the Lord, all the characters in the Old Testament and the New Testament, they were praying to the Lord to get something in their life. Praise the Lord. Hallelujah. Through prayer only our God was giving the answer to them. Praise the Lord. അതാണ് പറയുന്നത്. പഴയ നിയമത്തിലായിക്കോട്ടെ പുതിയ നിയമത്തിലായിക്കോട്ടെ. പ്രൈസ് ദി ലോർഡ്. പിതാവായ ദൈവത്തോടും പഴയ നിയമത്തില് പുതിയ നിയമത്തിലെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തോടും പ്രാർത്ഥിക്കുന്നവരായിരുന്നു ദൈവവിശ്വാസികൾ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് കർത്താവ് അനുഗ്രഹങ്ങൾ കൊടുക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്രാഹത്തിന്റെ പ്രാർത്ഥനയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളിങ്ങനെ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ്. നമ്മൾ എന്താണെങ്കിലും ഇപ്പം ചിലപ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് ഒന്നും കാണാൻ പറ്റത്തില്ല. നമുക്കിപ്പം കുറെ നാള് നിശ്ചലമായിരിക്കും നമ്മുടെ മനസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റത്തില്ലാത്ത അവസ്ഥ. അതിന്റെ ഇടയ്ക്കും കർത്താവ് നമ്മളെ സംരക്ഷിക്കുന്ന ദൈവമാണ്. അപ്പൊ കർത്താവ് എന്തൊക്കെയാ ചെയ്തുകൊണ്ടിരിക്കുന്നു. Sometimes if you are praying for a long time, sometimes you will not see any of the answer, but continuously you have to pray to the Lord. One day our God is doing in the spiritual realm something for you. Praise the Lord. So that people, those who are watching online, never stop your prayer life. Continuously please go ahead with your prayer life. Praise the Lord. Hallelujah. അപ്പം
Joshua Ambas, God bless you. Praise the Lord. Hallelujah. Today I am preaching Abraham's prayer. Praise the Lord. Book of Genesis, chapter 12, verses 1, 2, 3, 4, 5. The people, those who are watching the different countries, you can refer this Bible verse. Book of Genesis, chapter 12, verses 1, 2, 3, 4. Praise the Lord. Hallelujah. The promise of Abraham. ആണ് ഉൽപ്പത്തി പുസ്തകം 12 അധ്യായം 1-ാം വാക്യം പറയുന്നത് വെച്ചാൽ യഹോവ അബ്രഹാമിനോട് അരുളിച്ചത് എന്തെന്നാൽ നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു. ലോത്തും അവനോട് കൂടെ പോയി. ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രഹാമിന് 75 വയസ്സായിരുന്നു. അതാണ് ഫസ്റ്റ് പ്രയർ ലൈഫ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ യുവർ പ്രയർ ലൈഫ്. You should have faith in your heart. Faith, not in big faith. If you are having faith, you are getting the faith from the God. This is the gift of God. Faith is a gift of God. Praise the Lord. It is coming from the heaven. Praise the Lord. So that what you have to do it, we have to pray to the Lord to get the more faith. Praise the Lord. Hallelujah. Our God is saying, if you are having the faith like mustard seed, our God can able to answer your prayer. അതാണ് ബൈബിൾ പറഞ്ഞാൽ ഫെയ്ത്ത്, വിശ്വാസം വേണം. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് വിശ്വാസം വേണം. കർത്താവ് പറഞ്ഞ വാഗ്ദത്തത്തിൽ വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ അവിശ്വാസത്തെ കർത്താവ്, നമ്മൾ അവിശ്വസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാൻ ഉൾപ്പെടെ പറയുന്നത്, അവിശ്വസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കർത്താവിനെ അവഗണിക്കുന്ന തുല്യമാണ് നമ്മൾ അവിശ്വസിക്കുമ്പോൾ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ വിശ്വസിക്കണം. വിശ്വസിക്കുന്നവരാൽ അറിയാം. നമുക്കറിയാം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പം ശിഷ്യന്മാരെല്ലാം വിശ്വസിച്ചു. ശിഷ്യന്മാരൊക്കെ യേശുക്രിസ്തുവിനെ അവിശ്വസിച്ചു എങ്കിൽ തന്നെയും അവരെ അവിശ്വാസത്തിൽ യേശുക്രിസ്തു ശകാരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് പിന്നെ. അപ്പൊ അവിശ്വാസം കർത്താവിന് ഇഷ്ടമല്ല. കർത്താവിനെ ഇൻസൾട്ട് ചെയ്യുന്നതിനെ തുല്യമാണ് നമ്മൾ അവിശ്വസിക്കുന്നത്. കർത്താവിന്റെ നേച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. ഞാൻ എന്നോട് ഉൾപ്പെടെ പറയുന്നത് നമ്മൾ അവിശ്വസിക്കില്ല കർത്താവിനെ നമ്മൾ വിശ്വസിക്കണം. അപ്പം അല്പമെങ്കിലും വിശ്വാസം വേണം. അതാണ് കർത്താവ് പറയുന്നത്. നമുക്കറിയാം, നമ്മളെല്ലാം ഈ ലോകത്തിൽ ജീവിക്കുമ്പം ഒത്തിരി ബുദ്ധിമുട്ടുകൾ വരും, പ്രയാസങ്ങൾ വരും. ചിലപ്പോൾ റെന്റ് കൊടുക്കാൻ പൈസ കാണത്തില്ല, പല ബുദ്ധിമുട്ടുകൾ വരും. എങ്കിൽ തന്നെയും അപ്പം കർത്താവിനറിയാം. അതുകൊണ്ടാണ് വലിയൊരു വിശ്വാസമില്ല എങ്കിലും ചെറിയൊരു കടുമണിയോളം വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ദൈവത്താൽ നടക്കുമെന്ന് ചെറിയൊരു വിശ്വാസം. അപ്പൊ നമ്മൾ അങ്ങനെ അത് കർത്താവിന്റെ ഭാഗത്ത് നിന്ന് ആഗ്രഹിക്കുന്നു. ഞാനിപ്പം പറയുന്നത് വെച്ചാല് ഞാൻ ഇന്നലെ അപ്പൊ ഞാൻ എൻ്റെ കൂടെ സ്ട്രീറ്റ് മിനിസ്റ്റർ ചെയ്യുന്ന ഒരാളുടെ മമ്മ മരിച്ചുപോയി. പ്രൈസ് ലോർഡ്. അപ്പൊ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് എന്നോട് വരാൻ പറഞ്ഞിരുന്നു. അപ്പൊ എനിക്ക് അവിടെ പോകാനായിട്ട് പറ്റിയില്ല. Just I pray say in English that one. After that, I'll pray in Malayalam. Praise the Lord. Hallelujah. മലയാളത്തിൽ പറഞ്ഞ ഇംഗ്ലീഷ് പറയാം. അപ്പൊ പറഞ്ഞാല് ഞാൻ അവിടെ പോയി അവരോട് പ്രാർത്ഥിച്ചു. അപ്പൊ അവിടെ പ്രാർത്ഥിക്കാനായിട്ട് പറ്റിയില്ല. അവര് പ്രാർത്ഥിക്കാന്ന് വെച്ചാൽ എനിക്ക് പോകാനായിട്ട് പറ്റിയില്ല. അപ്പൊ അവിടെ പറഞ്ഞാല് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മൊബൈൽ വഴി പ്രാർത്ഥിച്ച് മെസ്സേജ് അയച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ അവർക്ക് ക്യാൻസറും അതേപോലെ തന്നെ ഒത്തിരി അസുഖങ്ങളുണ്ട്. മരണത്തോടും മലടിച്ചടക്കം എൻഡ് ഓഫ് ലൈഫ് മോർഫിൻ സ്റ്റാർട്ട് ചെയ്തു. 74 വയസ്സുള്ള ഒരു അമ്മച്ചി, ഒരു സ്ത്രീ ചെയ്തല്ലോ. അപ്പം ഞാൻ അവർക്ക് കൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം അവരുടെ ത്വക്കിന്റെ നിറങ്ങൾ മാറാനായിട്ട് തുടങ്ങി. കിടപ്പയായ ആള് ഏറ്റിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, എഴുതാനൊക്കെ തുടങ്ങി. പെട്ടെന്ന് തന്നെ അതിന്റെ ഒരു ബ്രയാണ്ണ അദ്ദേഹത്തിന്റെ മകൻ ആ സ്ത്രീയുടെ മകൻ ആ സ്ത്രീയോട് ചോദിച്ചു, നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വരാൻ താല്പര്യമുണ്ടോ, മരിച്ച് സ്വർഗത്തിലേക്ക് പോകാനുള്ള താല്പര്യം ചോദിച്ചു. എനിക്ക് മരിച്ച് സ്വർഗത്തിലേക്ക് പോകണം. പിന്നെ അസുഖമായി. അതാണ് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞാല് just I want to say that one of the sister, he was in the point of the death. She was suffering cancer, admitted at the hospital. Morphine started. End of life. Her son, he is a gospel preacher. He was preaching the gospel with me, right, Lord. And I could not able to go to the hospital and pray, but I prayed I sent a voice message clip to his WhatsApp message, praise the Lord. And that
Brian's mom, praise the Lord. Her name is Margaret. She heard that prayer. After that, Brian, and the second day, when the first day she heard that prayer, praise the Lord. Second day, she was sitting. She could able to sit on the chair and wrote something. Praise the Lord. That means some changes he could not. He could able to see in her. That one body. Praise the Lord. Hallelujah. And what happened after that? Brian, he was asking to his mom, you want to come back to the life, or you want to get die and go to the heaven? She was saying, I want to get die, I want to go to heaven. Then immediately, that one, that one, after a few days, she passed away. Praise the Lord. That means death and life is there in our tongue. Whatever you want, you can choose it. അതാണ് നമ്മൾ ജീവനും മരണവും നമ്മുടെ നാവിൻ തുപ്പത്തായിരിക്കുന്നത്. ചില പേർക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥന, പ്രൈസ് ദി ലോർഡ്, വിശ്വാസത്തോടെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. അതുകൊണ്ട് തന്നെ ഞാൻ എന്നിലൂടെ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം പോർട്സ്മൗത്തിൽ വരെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. അവര് മരണത്തിന്റെ അവസ്ഥയിലായിരുന്നപ്പം മെഡിക്കൽ സയൻസ് എല്ലാം റിജക്ട് ചെയ്തു. അവർ മരണത്തിന്റെ അവസ്ഥയായിരുന്നപ്പോൾ ഞാൻ അവിടെ പോയി ഹോസ്പിറ്റലിൽ പോയി പ്രാർത്ഥിച്ചു, എണ്ണ തേച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ എണ്ണ തേച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ വ്യക്തി ജീവനിലേക്ക് തിരിച്ചു വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മരിക്കുന്നു മെഡിക്കൽ സയൻസ് പറഞ്ഞ വ്യക്തി ജീവനിലേക്ക് വരുന്നതും ജീവിച്ചിരിക്കും. അപ്പം പ്രാർത്ഥനയ്ക്ക് പവറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം എനിക്കൊരു വിശ്വാസമാണ്, ഞാൻ പ്രാർത്ഥിച്ച കർത്താവ് കേൾക്കുന്ന നല്ല ഉറപ്പുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഗോഡ് വിൽ ഡു സംതിങ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഒന്നെങ്കിൽ കർത്താവ് പൂർണ്ണ സൗഖ്യം കൊടുക്കും, അല്ലെങ്കിൽ അസുഖത്തോട് അവിടെ ഒപ്പം ആണെങ്കിൽ തന്നെയും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് എന്തൊക്കെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം കർത്താവ് ഓൾറെഡി ടച്ച് ചെയ്യുന്നു പറയും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ആ സ്ത്രീ മരിച്ച സ്വർഗത്തിൽ പോകണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ വാഗൊണ്ട് പറഞ്ഞു, ആ സ്ത്രീക്ക് എന്ത് വേണോ വാഗൊണ്ട് പറഞ്ഞു. അങ്ങനെ പോയി. അപ്പൊ ഞാൻ പറഞ്ഞാല് ഈ പോർട്സ്മൗത്തിൽ ആ മരിക്കാറായി കിടന്ന വ്യക്തി വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അദ്ദേഹം ജീവനിലേക്ക് തിരിച്ചു വന്നു. one of the brother, he got baptized from me in Portsmouth City Center. He got baptized when I was preaching the gospel. He got baptized and born again through me. And medical center rejected him. His name was Chris. Praise the Lord. When I went to the hospital, I prayed for them, applied the oil, and prayed for him. That miracle happened a couple of months' time. He could able to come out from the hospital. Now he's still alive. That means Jesus Christ did the miracle when I was praying to that person. The same God is still alive. അതാണ് ഈ ദൈവം ഇന്നും ജീവിക്കുന്നു. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്, ഇന്നും ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര അസുഖങ്ങൾ ഉണ്ടായെങ്കിൽ തന്നെയും അസുഖങ്ങളൊന്നും കർത്താവിന് മുമ്പിൽ അത് പ്രശ്നമുള്ള കാര്യമല്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. അവിടുന്ന് അത്ഭുത മന്ത്രി, വീരാന ദൈവം. അതാണ് പഴയ നിയമത്തിലേക്ക് നമുക്കറിയാം. പഴയ നിയമത്തില് ശിഷ്യന്മാർ മൊത്തം പഴയ നിയമത്തില് നമുക്കറിയാം അബ്രഹാം തുടങ്ങിയ എല്ലാ കർത്താവിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട അഭിഷിക്തരും മൊത്തം പ്രാർത്ഥിക്കുമായിരുന്നു. പുതിയ നിയമത്തിനും പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥനയല്ലല്ലോ അതൊന്നും നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് എന്നെ കേൾക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര തകർച്ച ഉണ്ടെങ്കിലും വിട്ടുകൊടുക്കരുത്. നിങ്ങൾ പ്രാർത്ഥിക്കണം. പറ്റുമെങ്കിൽ ആത്മാവി പ്രാർത്ഥിക്കണം. നമുക്ക് വിരോധമുണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കത്തില്ല. നമുക്കെതിരെ പോകുന്ന കൈകൾ മൊത്തം അത് തന്നെ നിർവീര്യമാക്കി പോകും. ഒന്നെങ്കിൽ അവർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും, അല്ലെന്നുണ്ടെങ്കിൽ ശത്രുക്കൾ നമുക്ക് അനുകൂലമാകും. പ്രൈസ് ദി ലോർഡ്. അല്ലെ, അവർക്ക് നിശ്ചയമായിട്ടും കർത്താവിന്റെ അഭിഷേകത്തിനെതിരെ പറയുന്നവർക്ക് ശിക്ഷയുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിന്നെ തൊടുന്നവനെ എന്റെ കണ്ണിലെ കൃഷ്ണമണിയാ തൊടുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അന്ധകാര ശക്തിയോട് ആരെങ്കിലും ഒരാൾക്കെതിരെ പറയുവാണെങ്കിൽ അവരല്ല ചെയ്യുന്ന, മറിച്ച് അവരിലൂടെ അന്ധകാര ശക്തിയിലാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. പിശാചിന്റെ പ്രവൃത്തിയെ അഴിപ്പാനാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. പ്രൈസ് ദി ലോർഡ്. Son of Man manifested in this world to destroy the work of the devil. All kinds of evil work, it has already been destroyed at the cross of Calvary. Praise the Lord. Hallelujah. That's what I want to say to all the people. അപ്പൊ എന്നെ കേൾക്കുന്ന എല്ലാവരോടും പറഞ്ഞാല് പ്രയർ ലൈഫ് ഉണ്ടായിരിക്കണം. അത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. നമുക്കറിയാം അബ്രഹാത്തിന് വിശ്വാസം ഉണ്ടായിരുന്നു. അബ്രഹാം എന്തെന്ന് വിചാരിച്ചാലും വിശ്വസിച്ചിരുന്നു. പ്രൈസ് ദൈവത്തെ ഒന്ന് വിശ്വസിച്ചാൽ ആ ഒരു വിശ്വാസം കർത്താവിന് വേണ്ടേ നമ്മുടെ അടുത്തത്. പ്രൈസ് എന്നെ കേൾക്കുന്ന എല്ലാവരും ഇന്ന് അറ്റ്ലീസ്റ്റ് എത്ര തകർന്ന അവസ്ഥയാണെങ്കിലും നമ്മൾ വഞ്ചനം നോക്കണം. ഈ കർത്താവ് തകർന്ന വ്യക്തികളെ രക്ഷിച്ചില്ല. ഇസ്ഹാക്കിന് ക്ഷാമകാലത്ത് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് പിച്ചത്തണ്ടി എടുക്കുമെന്ന് നാട് പറഞ്ഞെങ്കിലും 100 മേനി കർത്താവ് ഫലം കൊടുത്ത് അനുഗ്രഹിച്ചില്ല. യഹോവയുടെ അനുഗ്രഹത്തെ സമ്പത്തുണ്ടാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ദൈവത്തെ, നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണെന്ന് വിശ്വസിക്കണം. അവർ ഗോഡ് ഈസ് എ ഗോഡ് ഓൾമൈറ്റി. അവർ ഗോഡ് ക്യാൻ ഡു ദ മിറക്കിൾ
miracle healing, miracle any time in your life, in my life. Praise the Lord. Hallelujah. Our God will do it because you all are the people, those are born again. You are the child of God. നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വ്യക്തികൾ നമ്മളെ ദൈവത്തിന്റെ പൈതലാണ്, ദൈവ പൈതലാണ്. ഇന്ന് അനേകം പേര് രക്ഷിക്കപ്പെട്ട ആൾക്കാർ സഭയ്ക്കെതിരെ കുറ്റം പറയാൻ നടക്കും. സഭ എന്ന് വെച്ച് കഴിഞ്ഞാൽ കെട്ടിടങ്ങളല്ല. ഞാൻ കർത്താവിന്റെ സഭയാണ്. എന്നെ പോലെ ഒരാളും കൂടെ ഒരുമിച്ചിരുന്ന് ആരാധിക്കും. ഐ എം ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. അതാണ് പറയുന്നത്. നമ്മൾ ദൈവത്തിന്റെ ആലയമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മൾ എവിടെ പ്രാർത്ഥിക്കുന്നുണ്ടോ ആ പ്രാർത്ഥന തകർക്കാനായിട്ട് അന്ധകാരശക്തി ശ്രമിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രാർത്ഥനയും അടുപ്പം ഉറങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഏറ്റവും നടന്നുകൊണ്ട് പ്രാർത്ഥിക്കണം. നമ്മൾ വിട്ടുകൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. എത്രമാത്രം ബുദ്ധിമുട്ട് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളെ പ്രാർത്ഥന പ്രത്യേകിച്ച് നമ്മൾ ആത്മാവിലുള്ള പ്രാർത്ഥന നമ്മൾ ഉപേക്ഷിക്കരുത്. എല്ലാവരും ആത്മാവിലോട്ട് പ്രാർത്ഥിക്കാനായിട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഉത്സാഹിപ്പിക്കുന്നു. I would like to encourage you, each one of you, please pray to the Lord in spirit, in tongues. Praise the Lord. Hallelujah. Tongues prayer is very powerful prayer. All the plans of the devil, it can able to destroy in the same time when you are praying to the Lord. Praise the Lord. That means when you start to pray in spirit and truth, what is going to happen in our life? Praise the Lord. Directly you are getting the hotline connection between you and God, the creator of the world. Praise the Lord. Hallelujah. That means direct commandment, it will be coming, getting from the heaven to the angels of the Lord, and the angels of the Lord will get you the protection, do the needful things for you. Praise the Lord. Hallelujah. The people, those who are give the praise and thanks to the Lord. Praise the Lord. അതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം, ആത്മമണ്ഡലത്തിൽ നമ്മൾ ലോകം സൃഷ്ടിച്ച ദൈവമായിട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യപ്പെടുകയോ ചെയ്തിരിക്കും. അപ്പൊ ലോകം സൃഷ്ടിച്ച ദൈവമായിട്ട് നമ്മൾ കണക്ട് ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ നമുക്കറിയാം ദൂതഗണങ്ങൾ മൊത്തം. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനെ തന്നെ അറിയാം. അപ്പൊ തന്നെ വേണ്ട കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ദൂതഗണങ്ങൾക്ക് കമാൻഡ്മെന്റിങ് കൊടുക്കും. ആ ദൂതഗണങ്ങൾ വന്നിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരും. അതാണ് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കാനായിട്ട് യേശുക്രിസ്തുവിനെ ഞാൻ ഉത്സാഹിപ്പിക്കുന്നു. നമ്മളെന്നെ just I would like to read, I'm reading only Malayalam. Okay, the people, those who are watching from different countries. Now I'm going to read book of Genesis chapter 15, verses 1, 2, 3, 4, and 5, 6, 7, 8, 9, and 10. Praise the Lord. Hallelujah. I would like to read that one. Book of Genesis, chapter 15, verses 1 onwards. Praise the Lord. ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം ഉൽപ്പത്തി പുസ്തകം 15 അതേ ഒന്നും നിങ്ങൾ വായിക്കാണ്ട് ആഗ്രഹിക്കുന്നു. ഇത് പറഞ്ഞാൽ അതിനുശേഷം അബ്രഹാമിന് ഒരു ദർശനത്തിൽ യഹോവയുടെ അരുൾപ്പാടുണ്ടായത് തന്നെ, അബ്രഹാമെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലമാകുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് സംസാരിക്കുന്ന അധികം സ്വപ്നങ്ങളിൽ കൂടെ സംസാരിക്കുന്നത്. അപ്പൊ എന്നോട് അധികം സംസാരിക്കുന്ന സ്വപ്നങ്ങളിൽ കൂടെയാണ്. അപ്പം അബ്രാഹത്തിനോട് സംസാരിക്കുന്ന സ്വപ്നത്തിൽ കൂടെ, യാക്കോവിനോട് സംസാരിക്കുന്ന സ്വപ്നത്തിൽ കൂടെ. പിന്നെ ഡയറക്റ്റ് ആയിട്ട് കർത്താവിന്റെ സ്വരം കേൾക്കാനായിട്ട് വിട്ടു. ഞാനൊക്കെ രക്ഷിക്കപ്പെട്ട അവസരത്തിലൊക്കെ അപ്പൊ ജോലി ചെയ്യുന്ന സമയത്ത് കിടന്നുറങ്ങിയ അവസരങ്ങളുണ്ട്. 1 മണിക്കൂറിനുള്ളിൽ ഒരു ബ്രേക്ക് ചെയ്യുമ്പോൾ കിടന്നുറങ്ങും. ആ 1 മണിക്കൂർ അലാറം വെച്ചില്ല. അപ്പൊ ആ സമയത്ത് കറക്റ്റായിട്ട് എന്റെ പേര് പറഞ്ഞ് കർത്താവ് വിളിച്ചേൽപ്പിക്കാറ്. ആ സമയത്ത് ഒട്ടും നീണ്ടു പോകത്തില്ല. അതാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം കറക്റ്റായിട്ട് ചെറിയ കാര്യങ്ങൾ വരെയും ഭംഗിയായിട്ട് നമ്മളെ പരിപാലിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഇതിൽ പറഞ്ഞാൽ അതിനുശേഷം അബ്രഹാമിന് ഒരു ദർശനത്തിൽ യഹോവയുടെ അരുൾപ്പാട് ഉണ്ടായത് എന്തെന്നാൽ, അബ്രഹാമെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞാല്, നീ എനിക്ക് സന്തതി തന്നിട്ടില്ല, എന്റെ വീട്ടിൽ ജനിച്ച ദാസൻ എന്റെ അവകാശിയാകും എന്ന് അബ്രഹാം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതിൽ 4-ാം വാക്യം പറയുന്നേ, അവൻ നിന്റെ അവകാശിയാകിയില്ല, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശി എന്ന് അവനെ യഹോവയുടെ അരുൾപ്പാടുണ്ടായി. പ്രൈസ് ദി ലോർഡ്. തുടർന്നാണ്ട് അബ്രഹാത്തിനോട് പറയുവാണ്, പിന്നെ അവൻ പിതാവായ ദൈവം അബ്രഹാത്തെ പുറത്ത് കൊണ്ടുവന്നു, നീ ആകാശത്തിലേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു, നിന്റെ സന്തതി ഇങ്ങനെയാകും എന്ന് അവനോട് കൽപ്പിച്ചു. നമ്മുടെ കർത്താവ് പ്രത്യേകം വെച്ചാൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സാധിക്കും. എന്തെങ്കിലും വാക്തത്വം പറഞ്ഞിട്ടുണ്ടോ, ഏതെങ്കിലും സ്വപ്നങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ, അത് എഴുതി വെക്കണം, അത് നിങ്ങൾ പറയണം. കണ്ട സ്വപ്നം കർത്താവ് നിവർത്തിക്കും. 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും കർത്താവ് മറക്കത്തില്ല. നമ്മൾ മറന്നാലും കർത്താവ് മറക്കത്തില്ല. കർത്താവ് നിവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ്. ശത്രുക്കൾ നമുക്കെതിരെ വരും, നമ്മുടെ വീട്ടുകാർ നമുക്കെതിരെ വരും, എല്ലാവരും എതിരാകും.
സോഷ്യൽ മീഡിയയിൽ മൊത്തം നമുക്കെതിരാവും. നമ്മുടെ എന്റെയൊക്കെ ഫേസ്ബുക്ക് അക്കൗണ്ട് എത്ര ഹാക്ക് ആയിട്ടുണ്ട്, ഒത്തിരി മെസ്സേജ് പലർക്കും പോയിട്ടുണ്ട്, ഇമാജിനുണ്ട്. ഇതൊന്നും അപ്പൊ എന്നിട്ട് ഞാൻ കർത്താന്റെ അപ്പൊ അഡ്മിൻ എല്ലാം നഷ്ടപ്പെട്ടു. ഫേസിലും എങ്കിലും കർത്താന്റെ വചന പ്രൊഫഷൻ നിർത്തിയോ? ഇല്ല. ഒന്നുമില്ലെങ്കിലും നടന്നു പോയിട്ട് കർത്താനെ പ്രൊഫഷിക്കും. ഇന്ന് ജീവിച്ച് നാളെ മരിച്ചു വന്ന ആൾക്കാരാണ് നമ്മളെ വിധിക്കുന്നത്. ഫേസിലോട്ട് കേരളീയ ഇവരൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകരുത്, ഒരിക്കലും മൈൻഡ് ചെയ്യാനായിട്ട് പോകരുത്. അവരിന്ന് ജീവിച്ചു, നാളെ എങ്ങനെയെങ്കിലും അവർ മരിച്ച് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും, അത്രേ ഉള്ളൂ. ഫേസിലോ നമുക്ക് കർത്താവിൽ ആശ്രയിക്കും, നമുക്ക് നിത്യജീവനുണ്ട്. ഒരാളെ വിധിക്കാൻ കർത്താവ് നമുക്ക് അവകാശം തന്നിട്ടില്ല. ഫേസിലോട്ട് കേരളീയ ഇത് പറഞ്ഞാൽ പിന്നെ അവൻ പുറത്തു കൊണ്ടുവന്ന് കർത്താവ് അബ്രാഹത്തിനോട് പറയുവാണ്, ആകാശ നക്ഷത്രങ്ങൾ നോക്കുക, അതേപോലെ തന്നെ നിങ്ങൾക്ക് സന്തതികളെ തരും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ലുക്ക് towards heaven and then number the stars. Praise the Lord. You will be able to number them. Praise the Lord. And he said to Abraham, you shall your seed be. Praise the Lord. Hallelujah. അതുകൊണ്ട് ഇതേപോലെ തന്നെ അബ്രാഹത്തിന് തലമുറകളെ എങ്ങനെ കൊടുക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പിതാവായ ദൈവം അബ്രാഹത്തോട് പറയണ്ടേ. ഇത് 6-ാം വാക്യം പറയുന്നത്, അവൻ യഹോവയിൽ വിശ്വസിച്ച് അതൊരു നീതിയായിട്ട് കണക്കിട്ടു. കാരണം വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. ആൻഡ് എബ്രഹാം ബിലീവ്ഡ് ഇൻ ഗാഡ്. പ്രൈസ് ദി ലോർഡ്. ആൻഡ് അതാണ് പറയുന്നത്, ബിലീവ്ഡ് ഗാഡ്. അതാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചെറിയ വിശ്വാസങ്ങൾ വേണം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നമ്മൾ ചെറിയ വിശ്വാസത്തിൽ കർത്താവ് മാനിക്കും. അതാണ് പ്രാർത്ഥന. 2 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന നിർത്തരുത്, രണ്ടാമത് ചെറിയ വിശ്വാസം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ കർത്താവ് ചെയ്തു തരും. അല്പം താമസിച്ചാലും പ്രൈസ് ദി ലോർഡ് നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധാലുവാണ്. നമ്മൾ ഒരിക്കലും നമ്മുടെ ഏജ് ഒന്നും നോക്കരുത്. അപ്പൊ നമ്മളെക്കാളും പ്രായം കുറഞ്ഞ എത്ര ആൾക്കാർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു, മരിച്ചു മാറ്റപ്പെട്ടു, കോവിഡ് വന്നപ്പോൾ മാറ്റപ്പെട്ടു, അല്ലാതെ ഹാർട്ട് അറ്റാക്ക് വഴിയായിട്ട് മാറ്റപ്പെട്ടു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. പാരലൈസ് ആയിട്ട് കിടക്കുന്നു, നടക്കാൻ പറ്റാതെ കിടക്കുന്നു, മാനസിക ഭ്രാന്തി നടക്കുന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. വാട്ട് ഐ എം സേയിങ്, പ്രൈസ് ദി ലോർഡ്, ഇഫ് യു ആർ ദ ചൈൽഡ് ഓഫ് ഗോഡ്, യു ഹാവ് ടു പ്രേ ടു ദ ലോർഡ്. How you will never look at the things whatever it is coming in your surrounding places. What you have to do it, we have to focus to the Lord. You have to focus to the Lord, God's promise. Praise the Lord. Hallelujah. Never look at the people those who are standing against your life. Never look at the people those who are criticizing you. Never look at the people those who are making troubles in your life. Praise the Lord. Hallelujah. How many people got died? Comparing your age. Praise the Lord. Hallelujah. Sometimes they will be that one that maybe the small children, that one, the old people. Praise the Lord. Comparing your age, they will be too small. They are no more in this world. Lots of people, when you are looking that one, when you look at the few years back, we can see that one in the time of COVID, lots of people passed away from this world because of the COVID. Praise the Lord. And many people are getting die every day because of that heart attack in lots of places and lots of things. Praise the Lord. And also lots of people got paralyzed. Praise the Lord. Hallelujah. And comparing this kind of people, we are the blessed people, the people those who are born again and baptized. Praise the Lord. Hallelujah. That means how our God is blessing you and me. Praise the Lord. How our God is extending your life. Praise the Lord. I'm getting long life. The people those are watching online, you are also getting the long life. By the grace of God, we have to give the thanks and praise to the Lord in each and every time. അതാണ് നമ്മൾ കർത്താവിന് നന്ദി പറയുന്നവരായിരിക്കണം. നമ്മളെപ്പോലെ നമ്മുടെ പ്രായത്തിലുള്ള ഒത്തിരി ആൾക്കാർ, നമ്മളെക്കാളും പ്രായം കുറഞ്ഞ ആൾക്കാർ എത്ര പേര് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. എങ്കിലും പ്രൈസ് ദി ലോർഡ്. അപ്പം കർത്താവിന്റെ കൃപയാൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വേല കംപ്ലീറ്റ് ചെയ്യുവാനായിട്ട് നമ്മളെ വീണ്ടും അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. അസുഖങ്ങളെല്ലാം എടുത്ത് മാറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലപ്പോൾ അസുഖങ്ങൾ ഉണ്ടായിരിക്കാം, അതിൽ നിന്ന് തന്നെ കർത്താവിന്റെ കൃപയാൽ നമ്മൾ മുന്നോട്ട് പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നിശ്ചയമായിട്ട് അസുഖങ്ങൾ മാറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നമ്മൾ ദൈവവേലയായിരിക്കുമ്പോൾ കർത്താവ് ദീർഘായുസ് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പാതി നമ്മൾ ഒരാളുടെ അടുക്കുന്നില്ല. അപ്പം റിബ്യൂക്ക് ദ സിക്നസ് റൈറ്റ് നൗ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇൻ ജീസസ് നെയിം പറയുന്നു. അപ്പോൾ എന്നെ വാച്ച് ചെയ്യുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടി കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ വാച്ച് ചെയ്യുന്ന ഓരോ വ്യക്തിക്കും വേണ്ടി കർത്താവ് അസുഖത്താൽ ബുദ്ധിമുട്ടുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആ അസുഖത്തെ യേശുവിന്റെ നാമത്തിൽ റിബ്യൂക്ക് ചെയ്യും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഷന്തപ്പലതിതകനി. യേശുവിന്റെ നാമത്തിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഷക്കലതിതപനകലതിതകനി ഷന്തപ്പകനെ. അപ്പോൾ എന്നെ വാച്ച് ചെയ്യുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടി കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ്. അതാണ് പറഞ്ഞത്, അബ്രാഹാം യഹോവയിൽ വിശ്വസിക്കുന്ന അബ്രാഹത്തിന് നീതിയായിട്ട് കണക്കിട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം
തുടർമാനോട് അബ്രഹാം ചെയ്തതെന്ന് കഴിഞ്ഞാൽ ഒരു കർത്താവ് വാഗ്ദത്തം കൊടുത്തു കഴിഞ്ഞപ്പോൾ ജെനസിസ് ചാപ്റ്റർ 15:9, that means Abraham, he was making one altar, he made one altar and giving that one sacrificial offering to the Lord. That means Abraham, he worshipped God. ഇതോട് പറഞ്ഞ 9-ാം വാക്യം, ഉൽപ്പത്തി പുസ്തകം 15-ാം 9-ാം വാക്യം പറഞ്ഞു കഴിഞ്ഞാൽ അവനോട് നീ അതാണ് പറഞ്ഞ 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും 3 വയസ്സുള്ള ഒരു കോലാടിനെയും 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരാമെന്ന് കൽപ്പിച്ചു. ഇവയൊക്കെയും അവൻ കൊണ്ടുവന്നു. ഒത്തു നടുവെ പിളർന്നു, ഭാഗങ്ങളെ നേരെ വെച്ചു. പക്ഷികളെയോ അവൻ പിളർന്നില്ല. പ്രൈസ് ദി ലോർഡ്. സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രഹാമിന് ഒരു ഗാഢനിദ്ര വന്നു. ഭീതിയും അന്ധതമസും അവന്റെ മേൽ വീണു. അപ്പോൾ അവൻ അബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്നു. ആ ദേശക്കാരെ സേവിക്കും, അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. കർത്താവ് പറയുവാണ്, കർത്താവിന്റെ കരുണ അത്യന്ത കരുണയാണ്. നമ്മുടെ ദൈവം കരുണാനിധിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് പറയാണ്, എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അതിന്റെ ശേഷം അവർ വളരെ സമ്പത്തോടു കൂടെ പുറപ്പെട്ടു വരും. നമുക്ക് ഇസ്രായേൽ കാനാൻ ദേശത്ത് പോകണ്ടു. കർത്താവ് ഒരു വാക്തത്വം പറഞ്ഞു കഴിഞ്ഞാൽ നടക്കും. അതുകൊണ്ട് എത്ര സമ്പത്തോടു കൂടി ഈജിപ്തിൽ സ്ത്രീകളെ അവിടെയുള്ള ഈജിപ്തുകാരെ കൊള്ളയടിച്ച് അവിടെ സ്വർണ്ണമെല്ലാം മേടിച്ച് പുറത്തു കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ആൾക്കാർ സ്വർണ്ണമൊന്നും എടുത്തില്ല. സ്വർണ്ണം എടുത്തന്നെ കുഴപ്പമൊന്നും. സ്വർണ്ണത്തെ നമ്മൾ ആരാധിക്കണം. ഇനി സ്വർണ്ണമാലയുണ്ട്. സ്വർണ്ണത്തെ നമ്മൾ ആരാധിക്കാൻ എന്ന് പോകാൻ. ഇത് പറഞ്ഞാൽ നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും, നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അത് പറയണം, 4-ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. അവരുടെ അക്രമം ഇതുവരെ തീർന്നിട്ടില്ല എന്ന് അരുൾ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അതാണ് വിശ്വാസത്തോടു കൂടി അബ്രഹാം പ്രാർത്ഥിച്ചു. 3-ാമത് അബ്രഹാത്തിന് പ്രയർ എന്ന് വെച്ചാൽ 1-ാമത് അബ്രഹാത്തിന് പ്രയർ ലൈഫ് ഒന്ന് പ്രാർത്ഥിച്ചു. 2-ാമത് വിശ്വാസത്തോട് പ്രാർത്ഥിച്ചു. 3-ാമത് ഇന്റർസെഷൻ പ്രയർ, ഇന്റർസീഡിങ് ദ പ്രയർ, interceding prayer. Praise the Lord. അതാണ് പറയുന്നത് ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 18:16. Praise the Lord. Hallelujah. Abraham praying for the people of Sodom and Gomorrah. Praise the Lord. Hallelujah. God supposed to destroy that place. Abraham, he was praying to the Lord. Praise the Lord for that people. ഇത് പറയുന്നത് കഴിഞ്ഞാൽ ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 18:16. അതാണ് ഉൽപ്പത്തി പുസ്തകം 18-ാം 16-ാം വാക്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പുരുഷന്മാർ അവിടെ നിന്ന് പുറപ്പെട്ടു സോദോം വഴിക്ക് തിരിഞ്ഞു. അബ്രഹാം അവരെ യാത്ര അയപ്പാൻ അവരോട് കൂടെ പോയി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യഹോവ അരുൾ ചെയ്തു, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വെക്കുമോ? അതാണ് കർത്താവിന്റെ പ്രത്യേകം. നമ്മൾ പ്രാർത്ഥിക്കും, നമുക്ക് കാര്യങ്ങൾ വെളിപ്പെടുത്തി തരും. എന്റെ ജീവിതത്തിലേക്ക് കർത്താവ് ഇങ്ങനെ വെളിപ്പെടുത്തി തരും. എന്തെങ്കിലും സംഭവിക്കാൻ എല്ലാ കാര്യങ്ങളല്ല, ഭൂരിഭാഗം കാര്യങ്ങളെ കർത്താവ് വെളിപ്പെടുത്തി തരും സംഭവിക്കാൻ പോകും. അപ്പൊ ഞാൻ രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കും, അന്തകാശത്തിൽ ശാസിച്ച് പ്രാർത്ഥിക്കും. നമുക്ക് വിരോധമുണ്ടാക്കുന്ന ഒരായുധം നമുക്ക് ഫലിക്കും. അതാണ് പ്രാർത്ഥന ശക്തി എന്ന് വെച്ചാൽ, നമുക്ക് വിരോധം ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കത്തില്ല. നമ്മൾ ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കർത്താവിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും. റബ്യൂക്ക് തിരക്കണം. എല്ലാ പദ്ധതികളും തകർത്തെറിയും. പ്രാർത്ഥനയാൽ എല്ലാ പദ്ധതികളും തകർത്തെറിയും. പിന്നെയും നമുക്കെതിരെ അന്ധകാശക്തി ആൾക്കാരെ കളിക്കുവാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, കർത്താവ് വേണമെങ്കിൽ അവരെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുത്താനും കർത്താവ് ശക്തനാണ്. കർത്താവിന്റെ അഭിഷിക്തനാണ് കർത്താവിന് വലുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് ഒന്നും ചെയ്യാനായിട്ട് പോകണ്ട. നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുക. കർത്താവ് നമുക്ക് വേണ്ടി പോരാടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ എന്നെ കേൾക്കുന്ന എല്ലാവരും ഇന്നോട്ട് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ടോമിൻ മാത്യു, തോമസ് മാത്യു, സോസോ മക്കാക്രി, ആനന്ദ്, ജീവൻ സാധു, റോയൽ രശ്മി, രശ്മി, അബി രാജൻ, ബേദനി, മിനി, റേജി, തോമസ്, ക്ലെയർ, ബെക്സി, പ്ലീസ് കൈൻഡ്ലി ഷെയർ ദിസ് ഗോസ്പൽ മെസ്സേജ്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ഈ പറഞ്ഞാൽ, അപ്പോൾ യഹോവ അരുൾ ചെയ്തു, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് എബ്രാഹിമിനോട് മറച്ചു വെക്കുമോ? പ്രൈസ് ദി ലോർഡ്. അതാണ് പുതിയ നമുക്കറിയാം. യോഹന്നാൻ യേശുക്രിസ്തുവിനെ മാറെടുത്ത് കിടന്നിട്ട് കർത്താവിനോട് ചോദിച്ചു, കർത്താവെ, അങ്ങേ ഒറ്റക്കിടക്കുന്ന ആരാന്ന് ചോദിച്ചു. അപ്പൊ കർത്താവ് വെളിപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ അപ്പം ബ്രെഡ് മുക്കി ആർക്ക് ആദ്യം കൊടുക്കുന്നു അവരെന്നെ ഒറ്റ കൊടുക്കുന്നു. യൂദാസ്കറിയത്തിൽ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാൻ പറഞ്ഞാല്, നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കർത്താവ് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തി തരും. Our God can reveal you if you are praying to the Lord, if you are having the relationship with God in your prayer. Never look at the people, those are world people, those are standing against you. Praise Lord. Hallelujah. And devil is playing drama through this kind of people.
Never look at the people, those who are standing against you. Look at the God, praise the Lord, and give praise and thanks to the Lord. Go forward, praise the Lord. Do your spiritual work, praise the Lord, gospel work. Our God will protect you. Praise the Lord. Hallelujah. This is what I want to say to all the people today. എന്താണ് പറയുന്നത്? ഇപ്പോഴത്തെ ദിവസം 18 വാക്യം പറയുന്നത്, യഹോവ അബ്രാഹത്തിനെ കുറിച്ച് അരുൾ ചെയ്ത് അവരെ നിവർത്തിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം അബ്രഹാം തന്റെ മക്കളോടും തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും നീതി ന്യായവും പ്രവർത്തിച്ചുകൊണ്ടു യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. പിന്നെ യഹോവ സോദോമിന്റെയും ഗൊമോറയുടെയും നിലവിളി വലിയതും അവരുടെ പാവം അതികഠിനവുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സോദോമിലേക്ക് പോയി. പ്രൈസ് അബ്രഹാം ദൈവത്തിന്റെ ദൂതന്മാരെ കുറിച്ച് പറയുന്നത്, സോദോം ഗൊമോറ നശിപ്പിക്കാനായിട്ട് പോകുന്നു. ഉൽപ്പത്തി പുസ്തകം 18-22 വാക്യം. ജെനസിസ് ചാപ്റ്റർ 18 വേഴ്സസ് 22. ഇത് പറഞ്ഞ 23 വാക്യം പറഞ്ഞ അബ്രഹാം അടുത്തിയെന്ന് പറഞ്ഞത്, ദുഷ്ടനോടുകൂടെ നീതിമാനെയും നീ സംഹരിക്കുമോ? ഇന്റർസെഷൻ പ്രയർ. സോദോ നിവാസികൾക്ക് വേണ്ടി അബ്രഹാം പ്രാർത്ഥിക്കുന്നു. പക്ഷെ ആ പട്ടണത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ അതിനെ സംഹരിക്കുമോ? അതിലെ 50 നീതിമാന്മാർ നിമിത്തം ആ സ്ഥലത്തോട് ക്ഷമിക്കുകയില്ലയോ? നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മേഴ്സിഫുൾ ഗോഡാണ്. ദയയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മളെ കോപിച്ചു കഴിഞ്ഞ് ഏത് സമയം കോപം വെച്ചുകൊണ്ട് ഇരിക്കത്തില്ല. കർത്താവ് നിത്യ കരുണ വരും. അതാണ് ഇസ്രായേൽ ജനം മൊത്തം പാപം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും കർത്താവ് ആ കോപം വെച്ചില്ല. പ്രൈസ്. അവർ കുറെ പേര് സംഹരിക്കപ്പെട്ടു എങ്കിലും പിന്നെയും ആ കോപം മാറ്റി കർത്താവ് വീണ്ടും ഇസ്രായേൽ ജനത്തിന് പ്രൊട്ടക്ഷൻ കൊടുത്തു. പ്രൈസ് ലോർഡ്. ഇസ്രായേൽ ജനം പുറകോർത്തപ്പോൾ ഇസ്രായേൽ ജനത്തിന് ഇറച്ചി കൊടുത്തു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പാറയിൽ നിന്ന് വെള്ളം കൊടുത്തു. പ്രൈസ് ലോർഡ്. That's what our God's nature. What is our God's nature? God's nature is a loving kindness. Our God is a merciful God. Our God will be having the compassion to the people, those are believing in Him. Praise the Lord. Hallelujah. No matter which country you are from, no matter what is your circumstances, our God is loving you. Praise the Lord. Hallelujah. Our God loves you. Our God can do the miracle for you. Our God's loving kindness always will come to you. If you are the child of God, if you are praying to the Lord, if you are asking the help from the Lord in your life. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് പറയുകയാണ്, പക്ഷെ ആ പട്ടണത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ അതിനെ സംഹരിക്കുമോ? അതിൽ 50 നീതിമാൻ നിമിത്തം ആ സ്ഥലത്തോട് ക്ഷമിക്കുകയില്ല. അബ്രഹാം ചോദിക്കണം, അങ്ങനെ നീ ഒരു നാളും ചെയ്യുന്നതല്ലല്ലോ. നീതിമാൻ ദുഷ്ടനെ പോലെ ആകത്തക്ക വണ്ണം ദുഷ്ടനോടുകൂടെ നീതിമാനെ നീ ഒരു നാളും കൊല്ലുകയില്ല. സർവഭൂമിക്കും ന്യായാധിപനായവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമോ? അബ്രഹാം കർത്താവിന്റെ വലിയ കാര്യത്തെപ്പറ്റി പറയുവാണ്. അതിന് യഹോവ പറയുവാണ്, ഞാൻ സൊദോമിൽ പട്ടണത്തിനകത്ത് 50 നീതിമാന്മാരെ കാണുന്നുവെങ്കിൽ അവരുടെ നിമിത്തം ആ സ്ഥലത്തെയൊക്കെയും ക്ഷമിക്കും എന്നരുൾ ചെയ്തു. ഇന്ന് ഈ ഒക്കെയൊക്കെ നിലനിൽക്കുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പ്രാർത്ഥന കൊണ്ടാന്ന് ഞാൻ പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ആൾക്കാർ എതിര് പറയായിരിക്കും. എന്റെ വിശ്വാസം ഞാൻ പറയുന്നു, അത് ശരി തന്നെയാണ്. ഇവിടെയുള്ള ഞങ്ങളുടെ സുശേഷ പ്രവർത്തന നിമിത്തമാണ് UK രക്ഷയിലേക്ക് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഓരോ രാജ്യങ്ങളും നിങ്ങൾ എവിടെയൊക്കെ കർത്താവിന്റെ വേലയായിരിക്കുന്നു, നിങ്ങൾ വഴിയായിട്ട് ആ രാജ്യം അനർത്ഥങ്ങൾ മാറുന്നത്. അനർത്ഥം കൊണ്ടാവും അത് വലിയ അനർത്ഥങ്ങളിൽ നിന്ന് കർത്താവ് മാറ്റുന്നത്, സംരക്ഷിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നിങ്ങൾ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുന്നതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് പറയണം. മൂന്നാമത്തെ കാര്യം അബ്രഹാത്തിന്റെ കാര്യം. അബ്രഹാം വർഷിപ്പിംഗ് ഗോഡ്. അബ്രഹാംസ് നേച്ചർ വാസ് ഹി വാസ് വർഷിപ്പിംഗ് ഗോഡ്. അബ്രഹാത്തിന് വർഷിപ്പ് എങ്ങനെയാന്ന് വെച്ചാല്, അപ്പം കർത്താവ് അബ്രഹാം പറഞ്ഞു കഴിഞ്ഞാല് ഉൽപ്പത്തി പുസ്തകം ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 13 വേഴ്സസ് 4 ഇതിൽ പറയുന്നത്, അവിടെ അബ്രഹാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. ഇതാണ് പറഞ്ഞാല് പറഞ്ഞത് ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 13 വേഴ്സസ് 2. അതാണ് ഉൽപ്പത്തി പുസ്തകം 13 വാക്യം പറയുന്നത്. കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. അവൻ തന്റെ യാത്രയിൽ തെക്ക് നിന്ന് ബേഥേൽ വരെയും ബേഥേലിനും കായ്ക്കുമതിയെ തനിക്ക് ആദിയിൽ കൂടാരം ഉണ്ടായിരുന്നതും താൻ ആദിയിൽ ഉണ്ടാക്കിയ യാഗപീഠം ഇരുന്നതുമായ സ്ഥലമിലേക്കും ചെന്നു. അവിടെ അബ്രഹാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. Abraham, you are worshiping God. Praise the Lord. Our God will look at your prayer life today. How many hours, how many minutes you have prayed today? Our God will look at, praise the Lord, your prayer life. You will be getting the reward, your prayer answer according your prayer. Praise the Lord. How you are praying to the Lord. You have to read the Bible, including me, if you are the born again person. Systematically, you have to minimum 5 chapters a day, minimum 10 chapters a day, like that. We have to make it accordingly. Every day, systematically, we have to read the Bible and you have to meditate the word of God. Praise the Lord. Say the word of God from your mouth and pray, give the praise and thanks to the Lord in spirit, and give the praise and worship to the Lord. Lots of things you have to do it from your side. If you are doing accordingly, definitely our God will protect you. You will face lots of famine time in your life, but our God
will protect you. Our God will help you to meet your expenses. Praise the Lord. Our God is a good God. Always will be doing the good things. The people, those who are believing in God in their life. Praise the Lord. Hallelujah. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അബ്രഹാം ആരാധിച്ചു. പിന്നീട് അബ്രഹാത്തിന് ആരാധന വെറുതെ എന്ന് വെച്ചാൽ പിന്നീട് യാഗപീഠം പണിത് ആരാധിക്കുന്നു അബ്രഹാം. ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പത്തി ദിവസം 13-14 വാക്യം. ഓക്കെ, ജെൻസി ചാപ്റ്റർ 13:4. ഇതിൽ പറഞ്ഞാൽ ലോത് അബ്രഹാനെ വിട്ട് പിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാനോട് അരുൾ ചെയ്തു, തലപൊക്കി നീ ഇരിക്കുന്ന ദേശത്തുനിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. പ്രൈസ് ദി ലോർഡ്. നീ കാണുന്ന ഭൂമിയൊക്കെ ഞാൻ നിനക്ക് സന്തതിക്കും അവകാശമായിട്ട് എന്ന് കഴിഞ്ഞാല് ഞാൻ ഇരിക്കുന്ന യു കെ അടക്കം കർത്താവ് നമുക്ക് തന്നു നടത്തും. ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന ഏത് രാജ്യത്താണ് നിങ്ങളുള്ളത്, ആ രാജ്യം മൊത്തം കർത്താവ് നിങ്ങൾക്ക് അവകാശമായിട്ട് തന്നു നടത്താം. അതായത് നമ്മളൊക്കെ അബ്രാഹത്തിന്റെ സന്തതികളാണ്, വാഗ്ദത്ത പ്രകാശം അവകാശികളാണ്, ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബൈബിളിനകത്ത് എന്തൊക്കെ അനുഗ്രഹം പറഞ്ഞിട്ടുണ്ടോ അത് അബ്രാഹത്തിന് കൊടുത്ത അനുഗ്രഹം യേശു ക്രിസ്തുവിലൂടെ ജാതികളായ വ്യക്തിക്ക് യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച വഴിയായിട്ട് നമുക്ക് വന്നു കഴിഞ്ഞു. All the blessings, what all the blessings our God has given to Abraham, all these blessings you will be receiving, I will be getting through Jesus Christ. No matter what is your situation, through Jesus Christ it will be granted for you. How you will get it, all the blessings? That means you have to that one, you have to pray to the Lord, you have to ask to the Lord, you have to declare the promised words from your mouth and declare your blessings from the Lord for you. Praise the Lord. Then the heaven will be granting your promises, your blessings in your life. Praise the Lord. അതാണ് നമുക്ക് അന്ധകാരശക്തി ഇവിടെ വരുന്ന വെച്ചാൽ നമ്മളെ മുട്ടിപ്പാനും തകർക്കാനും കൊല്ലുവാനൊക്കെ ആയിട്ടാണ് നമുക്ക് സാത്താൻ ലോകത്തിലേക്ക് വന്നത്. യേശു ക്രിസ്തു വന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായിട്ട് നൽകുവാനും, പ്രൈസ് ദി ലോർഡ്, നമുക്ക് ജീവനുണ്ടാകുവാനായിട്ട്. അതുകൊണ്ട് തന്നെ ലജ്ജ കൂടാതെ കർത്താവിനെ പ്രവേശിക്കും. ഞാനൊക്കെ സ്ട്രീറ്റ് കർത്താവിനെ പ്രവേശിക്കാൻ സമയത്ത് ഞാൻ തന്നെ ഊരാന്ന് വന്ന് കർത്താവിനെ പ്രവേശിക്കാൻ തന്നെയുള്ളൂ. തന്നെ ഓരോ സ്ഥലത്ത് പോകും പ്രസംഗിക്കും. അവിടെ നിന്നൊക്കെ കർത്താവ് ആൾക്കാരെ കണ്ടില്ല. എന്നോടത്ത് വരാമെന്ന് പറഞ്ഞവർ മൊത്തം കൃത്യസമയത്ത് കണ്ട് വരികയല്ല, അവരെയും ഞാൻ മൈൻഡ് ചെയ്യാൻ പോകാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളാരെ മൈൻഡ് ചെയ്യുന്നു? അപ്പൊ ആൾക്കാർ പറ്റിക്കും, ഉറപ്പുണ്ട്. വരാമെന്ന് എൻ്റെ അടുത്ത് വരുമെന്ന് പറഞ്ഞവരെ ഞാൻ വിശ്വസിക്കാറ്. വന്നാ വന്നു, അത്രേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. വന്നാ വരട്ടെ, അല്ലയോ വരണ്ട, അത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ ജോലി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരെയും നോക്കാനൊന്നും പോകാം. ഇത് സെയിം വേ ദിസ് ഇസ് ഗോസ്പൽ പ്രീച്ചിങ് ഇസ് the people those are born again. That is your duty. Praise the Lord. Never look at the people those who are standing certain place of you. Never look at the people, how many number of people are coming with you in the street or the place where you are living. Praise the Lord. Go by yourself. You are not at all alone. All the heavenly angels are standing surrounding place of you. The Spirit of God dwells in you. The Father, the Son, and Holy Spirit dwells in your heart. Book of the Gospel, John chapter 14. Praise the Lord. Hallelujah. അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റയ്ക്കല്ല. പിതാവായ ദൈവം നമ്മുടെ ഒപ്പം ഉണ്ട്, യേശുക്രിസ്തു നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പം അബ്രാഹത്തിന് വാഗ്ദത്തം വെച്ചാൽ നീ പുറപ്പെട്ട ദേശത്ത് നെടുകയും കുറുകയും സഞ്ചരിക്കുക, ഞാൻ അത് നിനക്ക് തരും. ബുക്ക് ഓഫ് ജെൻസി ചാപ്റ്റർ 13:18. ഉൽപ്പത്തി പുസ്തകം 13-18 ഒക്കെ പറയുന്നത്. അപ്പോൾ അബ്രഹാം കൂടാരം നീക്കി ഹെബ്രോനിൽ മാമരയുടെ തോപ്പിൽ വന്നു പാർത്തു. അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. അബ്രഹാത്തിന്റെ പറയാ ലൈഫ് എന്ന് പറയുവാണ്. അബ്രഹാം വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. കർത്താവിന്റെ വാഗ്ദത്തം കേട്ടു. പ്രൈസ് ദി ലോർഡ്. അത് അനുസരിച്ചു. പ്രൈസ് ദി ലോർഡ്. അവൻ സാഹചര്യങ്ങൾ എതിരാണെങ്കിലും ആശയ്ക്ക് വിപരീതമായി ആശയോടെ വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ചെറിയൊരു കടുപണിയോളം വിശ്വാസം വേണം. മൂന്നാമത്തെ കാര്യം, അബ്രഹാം ഇന്റർസെഷൻ പ്രേയർ ഉണ്ടായിരുന്നു. മറ്റുള്ളവർക്ക് മാധ്യസ്ഥം വഹിക്കുമായിരുന്നു. മൂന്നാമത്തെ കാര്യം, അബ്രഹാം യാഗപീഠം പണിത് പ്രാർത്ഥിക്കുമായിരുന്നു. നമ്മൾ അന്യഭാഷ പ്രാർത്ഥിക്കണം, ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കണം, ബുദ്ധിയിൽ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കണം. ബൈബിൾ വേർഡ്സ് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് തന്ന വാഗ്ദത്തം മുറയെ പിടിച്ച് മുന്നോട്ട് പോകണം. പ്രൈസ് ദി ലോർഡ്. നമുക്കെതിരെ കൈ ഉയർത്തുന്നവർ കാണും. നമ്മൾ ഏറ്റവും ശക്തരാണെന്ന് അറിയുന്നത് നമുക്കെതിരായിട്ട് ആരോപണങ്ങൾ വരുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. അന്നേരമാണ് നമ്മൾ ശക്തരാണെന്ന് അറിയുന്നത്. ചുമ്മാ ഇരിക്കുന്ന ആൾക്കാരെ ആരും ഒന്നും പറയാൻ പോകുന്നത്. സാത്താൻ അവർ നമ്മളെ തകർക്കാൻ വരുന്നത്, നമ്മുടെ കോട്ടകൾ നമ്മളെ പിടിക്കാനായിട്ട് വരുന്നത് ആൾക്കാർ ഉപയോഗിക്കുന്ന വെച്ചാൽ നമ്മൾ അവനെ ഒരു ശത്രു, ഒരു ഭീഷണിയാകുമ്പോഴാണ്. സോ വാട്ട് യു ഹാവ് ടു ഡു ഇറ്റ്? വി ഹാവ് ടു റൈസ് അപ്പ്. You have to pray the gospel. Praise the Lord. Satan will come. All the heavenly angels will come and get the protection. All the nations will come and stand against you. Never look at the people. Those are these kind of perish out people. You have to go forward with the gospel. Preach the gospel. Get the soul for the God. Praise the Lord. Hallelujah. But God will honor you. Praise the Lord. Hallelujah. So that this is what the people, those are born again, you have to do it. ഒരു മിനിറ്റ് പ്രാർത്ഥിക്കേണ്ട ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയും കർത്താവ് പ്രാർത്ഥിക്കുന്നു. പിതാവെ നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളും കർത്താവെയും പ്രാർത്ഥിക്കുന്നു.
പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ കർത്താവ് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയും കർത്താവ് പ്രാർത്ഥിക്കും, ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, Heavenly Father, in the name of Jesus Christ, I pray for the people, those who are watching from UK, Europe, in Africa, North and South America, and Asian countries. Heavenly Father, bless them, Father. Thank you, Father, for keeping them in their glory. Thank you for your increase in their prayer life. Heavenly Father, bless them, Father. Every evil spirit attack, every demonic spirit attack, every spirit of sickness, in the name of Jesus Christ, I bind, I cast out right now, God, right now. In the name of Jesus Christ, I declare the healing right now. I declare, I unlock the prayer life right now. In the name of Jesus Christ, I unlock the prayer life. In the name of Jesus Christ, Shanta Tapalati Tagani, Shata Dagani. In Jesus' name, I pray. Amen. ദൈവം അനുഗ്രഹിക്കട്ടെ. God bless you.